നമ്മൾ അടുത്തത് പറയാനുള്ളത് മെറ്റീരിയൽ മിക്സ് വാരിയൻസ് ആണ്. മെറ്റീരിയൽ മിക്സ് വാരിയൻസ് അറൈസസ് ഓൺലി വെൻ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആർ മിക്സഡ് ടു മാനുഫാക്ചർ എ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള മെറ്റീരിയൽസ് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ തന്നിട്ടുണ്ട് കെമിക്കൽസ്, പെയിൻറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള മെറ്റീരിയൽസ് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ വരുന്ന ആ ഒരു വാരിയൻസ് എന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, ആ സ്റ്റാൻഡേർഡും ആക്ച്വലി വരുന്ന ആ ഒരു കോസ്റ്റും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ്, അതിനാണ് നമ്മൾ വാരിയൻസ് എന്ന് പറയുക. അപ്പോൾ ആ വാരിയൻസിനെയാണ് നമ്മൾ മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്ന് പറയാം. പലതരത്തിലുള്ള മെറ്റീരിയൽസ് മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ മെറ്റീരിയൽ മിക്സിങ്ങിൽ വരുന്ന വാരിയൻസ്, ആ ഒരു വ്യത്യാസം, ആ ഒരു ഡിഫറൻസ്, അതായത് സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ, ആ മിക്സ്ചർ തമ്മിലുള്ള സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണെന്ന് പറയാം മെറ്റീരിയൽ മിക്സ് വാരിയൻസ് എന്ന് നമ്മൾ പറയാം. ഇനി മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിനെയാണ് കേട്ടോ നമ്മൾ ഈൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് വാരിയൻസ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൻ്റെ ബേസിലാണ് നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് കാണുക. മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ യൂസേജ് വാരിയൻസ് വിച്ച് ഈസ് ഡ്യൂ ടു ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഈൽഡ് ആൻഡ് ആക്ച്വൽ ഈൽഡ്. അതായത് മുൻകൂട്ടി നമ്മൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഫിക്സ് ചെയ്യും, ദെൻ ആക്ച്വലി എത്ര ഔട്ട്പുട്ട് നമുക്ക് കിട്ടി എന്നുള്ളത് നോക്കും. അത് തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് എന്ത് പറയുക? മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ്. എത്ര ഔട്ട്പുട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ നോക്കുക. സ്റ്റാൻഡേർഡ് എത്രയാണ് നമ്മൾ ഫിക്സ് ചെയ്തതെന്നും ആക്ച്വലി നമ്മൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നമ്മൾ ആ ഒരു ഡിഫറൻസ് നോക്കുന്നതിനാണ് എന്ത് പറയുക? മെറ്റീരിയൽ ഈൽഡ് വാരിയൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ കോസ്റ്റ് വാരിയൻസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു പറഞ്ഞു. മെറ്റീരിയൽ വാരിയൻസും, ലേബർ വാരിയൻസും, ഓവർ ഹെഡ് വാരിയൻസും. അതിൽ മെറ്റീരിയൽ വാരിയൻസിൻ്റെ അണ്ടറിലാണ് ഇത്രയും പോയിന്റ് പഠിച്ചത്. ഇനി അടുത്തത് ലേബർ വാരിയൻസ് എന്താണെന്നാണ് പറയണത്. ലേബർ വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേജ് വാരിയൻസ് എന്നും പറയും. മെറ്റീരിയൽ വാരിയൻസുമായിട്ട് സിമിലർ തന്നെയാണ് ഈ വാരിയൻസും. വെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ആക്ച്വൽ വേജ് കോസ്റ്റ് ദ ലേബർ വാരിയൻസ് അറൈസ്. ദെൻ അതിൻ്റെ ടൈപ്സ്. അതായത് ഇവിടെ നോക്കുന്നത് ലേബേഴ്സിന് വന്നിട്ടുള്ള, തൊഴിലാളികൾക്ക് വന്നിട്ടുള്ള ചിലവ് അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള ആ ഒരു വേജ് കൂലി, അതിൻ്റെ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്തുന്നതിനാണ് എന്ത് പറയുക? ലേബർ വാരിയൻസ് എന്ന് പറയാം. ലേബേഴ്സിന് വന്നിട്ടുള്ള കോസ്റ്റുകൾ തമ്മിൽ നമ്മൾ കമ്പാരിസൺ നടത്തുന്നതിനാണ് എന്ത് പറയുക? ലേബർ വാരിയൻസ് എന്ന് പറയും. അങ്ങനെ ലേബർ വാരിയൻസിന് അണ്ടറിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ ലേബർ കോസ്റ്റ് വാരിയൻസ് ആണ്. ലേബർ കോസ്റ്റ് വാരിയൻസിനെ തന്നെ നമ്മൾ വേജ് വാരിയൻസ് എന്നും പറയും. Then it is the difference between standard cost of labor allowed or actual output achieved and the actual cost of labor. അതായത് ലേബറിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, എത്ര കോസ്റ്റാണ് നമ്മൾ ലേബേഴ്സിന്, തൊഴിലാളികൾക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ആക്ച്വലി ലേബേഴ്സിന് വേണ്ടി വന്നിട്ടുള്ള ചിലവും തമ്മിൽ കമ്പാരിസൺ നടത്തുന്നതിനെയാണ് എന്ത് പറയുക? ലേബർ കോസ്റ്റ് വാരിയൻസ് എന്ന് പറയാം. ദെൻ ലേബർ കോസ്റ്റ് വാരിയൻസിനെ വീണ്ടും ഇവിടെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ലേബർ റേറ്റ് വാരിയൻസും ലേബർ എഫിഷ്യൻസി വാരിയൻസ്. മൂന്ന് ടൈപ്പ് ഉണ്ട്. ലേബർ റേറ്റ് വാരിയൻസ്, ലേബർ എഫിഷ്യൻസി വാരിയൻസ് ആൻഡ് ലേബർ ഐഡിയൽ ടൈം വാരിയൻസ്. അതിൽ ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെറ്റീരിയലിൻ്റെ പ്രൈസ് വാരിയൻസിന് സിമിലറായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് എന്ത്? ലേബർ റേറ്റ് വാരിയൻസ്. ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡ് ആൻഡ് ആക്ച്വൽ റേറ്റ് പെയ്ഡ്. ലേബേഴ്സ് കോസ്റ്റ്, ലേബേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റും എന്ന് വെച്ചാൽ ഒരു തൊഴിലാളിക്ക് ഒരു പെർ ഡേ ഒരു 1000 റുപ്പിയാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ആക്ച്വലി നമുക്ക് ആ തൊഴിലാളിക്ക് ഒരു 900 റുപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ 100 രൂപ എന്താണ്? വാരിയൻസ്. ആ ഒരു വാരിയൻസ് സ്റ്റഡി ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ലേബർ റേറ്റ് വാരിയൻസ് എന്ന് പറയും. അവർക്ക് കൊടുക്കുന്ന പേയ്മെൻറ്റിൽ വരുന്ന വാരിയൻസ്. എന്നാൽ ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വാരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദ ആക്ച്വൽ ഹവേഴ്സ് സ്പെൻഡ്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഹവേഴ്സ് ഫിക്സ് ചെയ്യും. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ 4 മണിക്കൂർ, അതാണ് സ്റ്റാൻഡേർഡ് ഹവേഴ്സ്. ദെൻ അയാൾ ആക്ച്വലി ഒരു 3 മണിക്കൂർ കൊണ്ട് ആ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് എന്താ? ആക്ച്വൽ ഔട്ട്പുട്ട്. അപ്പോൾ അയാളുടെ എഫിഷ്യൻസി നമുക്കറിയാൻ പറ്റും. നമ്മൾ 4 മണിക്കൂർ കൊടുത്ത ആ ഒരു പ്രൊഡക്റ്റ് 3 മണിക്കൂർ കൊണ്ട് അയാൾ പ്രൊഡ്യൂസ് ചെയ്തുവെങ്കിൽ അയാളുടെ എഫിഷ്യൻസി നമുക്കവിടെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസത്തിനാണ് നമ്മളെന്ത് പറയുക? ലേബർ എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറയും. ഇനി ഐഡൽ ടൈം വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലേബർ കോസ്റ്റ് വാരിയൻസിൻ്റെ ഒരു പാർട്ടാണ് ഐഡൽ ടൈം വാരിയൻസ്. ഇവിടെ ചെയ്യുന്നത് അബ്നോർമൽ ഐഡിയൽ ടൈം ഓഫ് വർക്കേഴ്സും ദെൻ അവരുടെ നോർമൽ ടൈമും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ. അബ്നോർമൽ ഐഡിയൽ ടൈം ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അസുഖം വന്നിട്ട് പവർ ഫെയിലർ ആയിട്ടോ മെഷീൻ ബ്രേക്ക് ഡൗൺ ആയിട്ടൊക്കെ അയാൾ ഐഡിയൽ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ
അതും ആക്ച്വലി വന്നിട്ടുള്ള ആ ഒരു ഐഡൽ ടൈമും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കുന്നതിനെയാണ് ഐഡൽ ടൈം വാരിയൻസ് എന്ന് പറയും. അടുത്ത ലേബർ മിക്സ് വാരിയൻസ് ആണ്. അതൊന്നുമില്ല, ലേബർ മിക്സ് ചെയ്യും, പലതരത്തിലുള്ള ലേബേഴ്സിനെ നമ്മൾ ഒരുമിപ്പിച്ച് ജോലി ചെയ്യാറുണ്ട്. ആ ലേബർ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ആ ഒരു വ്യത്യാസം വാരിയൻസിനാണ് എന്ത് പറയുക, ലേബർ മിക്സ് വാരിയൻസ്. ലേബർ ഈൽഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലേബർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്പുട്ട് എത്രയാണെന്ന് നോക്കും, അയാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് എത്രയാണെന്ന് നോക്കും. അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസനാണ് ഇത് ലേബർ ഈൽഡ് വാരിയൻസ്. ഇനി അതിൽ അടുത്തത് പറയുന്നത് ഓവർ ഹെഡ് വാരിയൻസ് എന്താണെന്നുള്ളതാണ്. ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഓവർ ഹെഡ് കോസ്റ്റും ആക്ച്വൽ ഓവർ ഹെഡ് കോസ്റ്റും. വാരിയൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആ സ്റ്റാൻഡേർഡും ആക്ച്വലും തമ്മിലുള്ള കമ്പാരിസൺ ആണെന്ന് എഴുതുക. അതിന് നമ്മൾ ഈ ടൈറ്റിലുമായിട്ട് കണക്ട് ചെയ്താൽ മതി കേട്ടോ. ഓവർ ഹെഡുകളുടെ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറയും. ഓവർ ഹെഡ് വാരിയൻസിന് അണ്ടറിൽ വരുന്നതാണ് വാരിയബിൾ ഓവർ ഹെഡ് വാരിയൻസ്, ഫിക്സഡ് ഓവർ ഹെഡ് വാരിയൻസ് ഒക്കെ. വാരിയബിൾ ഓവർ ഹെഡ് വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ വാരിയബിൾ ഓവർ ഹെഡും സ്റ്റാൻഡേർഡ് വാരിയബിൾ ഓവർ ഹെഡും. അതായത് ആക്ച്വലി നമുക്ക് തന്നിട്ടുള്ള ആ ഒരു വാരിയബിൾ ഓവർ ഹെഡിൻ്റെ കോസ്റ്റും നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റും തമ്മിൽ കമ്പാരിസൺ നടത്തുക. അതാണ് വാരിയബിൾ ഓവർ ഹെഡ് കോസ്റ്റ്. ഇനി വാരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് എന്താ, വാരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് അലൗഡ് വാരിയബിൾ ഓവർ ഹെഡ് ആൻഡ് ദ അബ്സോർബ്ഡ് വാരിയബിൾ ഓവർ ഹെഡ്. നമുക്ക് അലോ ചെയ്തിട്ടുള്ള കുറേ വാരിയബിൾ ഓവർ ഹെഡുകൾ ഉണ്ടായിരിക്കും, അതും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് അബ്സോർബ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള വാരിയബിൾസും തമ്മിലുള്ള കമ്പാരിസനാണ് ഇത് വാരിയബിൾ ഓവർ ഹെഡ് എഫിഷ്യൻസി വാരിയൻസ്. നമുക്ക് അലോ ചെയ്തിട്ടുള്ള ഓവർ ഹെഡുകളുടെ വാരിയൻസും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നമ്മൾ അബ്സോർബ് ചെയ്യുക, കടമെടുക്കുക, വാങ്ങിയിട്ടുള്ള ഓവർ ഹെഡുകളുടെ വാരിയൻസും തമ്മിലുള്ള ഡിഫറൻസ്. ദെൻ വാരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്താ, ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പെൻഡിച്ചറിനാണ്. അതായത് ആക്ച്വൽ വാരിയബിൾ ഓവർ ഹെഡ് ഇൻകേർഡും അലൗഡ് വാരിയബിൾ ഓവർ ഹെഡും തമ്മിലുള്ള കമ്പാരിസൺ. നമ്മൾ ചിലവായിട്ടുള്ള, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള ഓവർ ഹെഡുകൾ എത്രയാണെന്ന് നോക്കുക. ദെൻ ആക്ച്വലി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് നോക്കുക, അതിൻ്റെ എക്സ്പെൻഡിച്ചർ നോക്കിയിട്ട് കമ്പാരിസൺ നടത്തുക. അതാണ് വാരിയബിൾ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ്. ഇനി അവിടെ പറയുന്നുണ്ട് ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് എന്താ നോക്കൂ. ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് ഫിക്സഡ് ഓവർ ഹെഡ് ഫോർ ആക്ച്വൽ പ്രൊഡക്ഷൻ ആൻഡ് ആക്ച്വൽ ഫിക്സഡ് ഓവർ ഹെഡ്. ഇവിടെ നമ്മൾ കുറേ ഫിക്സഡ് ഓവർ ഹെഡുകൾ ഉണ്ടായിരിക്കും ഒരു കമ്പനിയിൽ. ആ ഫിക്സഡ് ഓവർ ഹെഡുകൾക്ക് വരുന്ന കോസ്റ്റ് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യും. ദെൻ ആക്ച്വലി ഫിക്സഡ് ഓവർ ഹെഡിന് എത്ര കോസ്റ്റ് വന്നു നോക്കും, അവിടെ കമ്പാരിസൺ നടത്തും, വാരിയൻസ് കാണും. അതാണ് ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റ് വാരിയൻസ്. ദെൻ ഫിക്സഡ് ഓവർ ഹെഡ് കോസ്റ്റിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസും ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസും. അതിൽ ഫിക്സഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബഡ്ജറ്റഡും ദെൻ ആക്ച്വലും ഓവർ ഹെഡിൻ്റെ എക്സ്പെൻഡിച്ചറിൻ്റെ വാരിയൻസ് നടത്തുക കേട്ടോ. ഇനി ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളവിടെ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നോക്കില്ലേ, അതിനാണ് ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ, അല്ലാണ്ട് ഇതിങ്ങനെ കാണാതിരുന്ന് പഠിക്കുകയൊന്നും വേണ്ട. നമ്മൾ ആ ഒരു വേർഡ് തന്നെ വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വലും സ്റ്റാൻഡേർഡും ആണ്. സോ അതിനെ ഹെഡിങ്ങുമായിട്ട് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് നോക്കുക. ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസിനെ 3 സബ് വാരിയൻസസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കപ്പാസിറ്റി, എഫിഷ്യൻസി, കാലണ്ടറും. അതിൽ കപ്പാസിറ്റി വാരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പോർഷൻ ഓഫ് ഫിക്സഡ് ഓവർ ഹെഡ് വോളിയം വാരിയൻസ് which is ഓക്കെ. ഫിക്സഡ് എവിടെത്തി, കപ്പാസിറ്റി വാരിയൻസ് എന്താ നോക്കൂ. Capacity variance is that portion of fixed overhead volume variance which is due to working at higher or lower capacity than standard. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, ആ സ്റ്റാൻഡേർഡ് കപ്പാസിറ്റിയേക്കാൾ ഹയർ ആണോ നമുക്ക് വന്നിട്ടുള്ള ആക്ച്വൽ വേരിയൻസ്. കപ്പാസിറ്റി എന്ന് വെച്ചാൽ എത്രത്തോളം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര കപ്പാസിറ്റിയിലാണ് നമ്മൾ ജോലി ചെയ്തിട്ടുള്ളതെന്ന് നോക്കും. അത് തമ്മിലുള്ള കമ്പാരിസൺ നടത്തും. ഹയർ ആണോ ലോവർ ആണോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നൊരു 10 യൂണിറ്റ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു 12 യൂണിറ്റ് ആണെങ്കിൽ അവിടെ ഹയർ കപ്പാസിറ്റിയാണ് വന്നിട്ടുള്ളത്. ദെൻ ഒരു 9 യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലോവർ കപ്പാസിറ്റിയാണ് വന്നിട്ടുള്ളത്.
അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് കപ്പാസിറ്റി വാരിയൻസ് എന്ന് പറയുക. എഫിഷ്യൻസി വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സ് ജോലി ചെയ്തിട്ടുള്ള ആ ഒരു ടൈമിനെ നമ്മളിവിടെ അനലൈസ് ചെയ്യുക. അതായത് എത്ര സമയം കൊണ്ട് അവർ ജോലി എടുത്തു, അവർ എത്രത്തോളം എഫിഷ്യൻസി അവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ മുൻകൂട്ടി എത്രയാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തത്, ആക്ച്വലി എത്രയാണ് വന്നത് എന്നൊക്കെ നമ്മൾ നോക്കുക അവർ ജോലി ചെയ്ത സമയത്തിൻ്റെ ബേസിൽ, എഫിഷ്യൻസിയുടെ ബേസിൽ. ഇനി കലണ്ടർ വാരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുന്നത് വർക്കിംഗ് ഡേയ്സ് ആണ്. സ്റ്റാൻഡേർഡ് വർക്കിംഗ് ഡേയ്സ് ഇപ്പോൾ 10 ദിവസം വർക്ക് ചെയ്തിട്ട് 50 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ദെൻ അയാൾ 6 ദിവസം വർക്ക് ചെയ്ത് 50 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേയ്സിലെ ഡിഫറൻസ് ആണ് എന്ത് കലണ്ടർ വാരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ അവിടെ കോസ്റ്റ് കൺട്രോൾ ബൈ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വഴി നമുക്ക് എങ്ങനെയൊക്കെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാന്നുള്ളത് ഇത് ചിലപ്പോൾ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഈ ഒരു പാരഗ്രാഫ്. അപ്പോൾ ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് നേരെ പഠിക്കാം. കോസ്റ്റ് കൺട്രോൾ ബൈ ദ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എങ്ങനെയാണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റ് കൺട്രോൾ. ഇറ്റ് പ്ലേസ് എൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കൺട്രോളിംഗ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ്. നമുക്കറിയാം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇതിൽ തന്നെ മെറ്റീരിയലിൻ്റെ കൺട്രോളും ലേബറിൻ്റെ കൺട്രോളും ഓവർ ഹെഡിൻ്റെ കൺട്രോളും എല്ലാം വരുന്നുണ്ട്. കോസ്റ്റ് കൺട്രോൾ ബിഗിൻസ് വിത്ത് സെറ്റിംഗ് സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഫോർ ഈച്ച് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്. The actual costs are compared with the standard cost. After that variance are calculated. Then variance are analyzed in detail. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയുകയാണ്. ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫിക്സ് ചെയ്യും. ദെൻ ആക്ച്വലി നമുക്ക് എവിടെയാണ് എത്രയാണ് കോസ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിനെയും ആക്ച്വൽ കോസ്റ്റിനെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പാരിസൺ നടത്തും. അവിടെ വന്നിട്ടുള്ള വാരിയൻസ് വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കും. ആ വാരിയൻസിനെ നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യും. In fact, the utility of standard costing lies in variance analysis. In other words, in standard costing, cost control is facilitated through variance analysis. നമുക്കറിയാം കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് വന്നിട്ടുള്ള വാരിയൻസ് വ്യത്യാസം നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. വാരിയൻസ് ഇൻഡിക്കേറ്റ് വെർ തിങ്സ് did not go as planned. Variance provide a starting point for judging the effectiveness of managers in controlling the cost for which they are held responsible. അതായത് ആക്ച്വലി വന്നിട്ടുള്ള കോസ്റ്റ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മാനേജേഴ്സിൻ്റെ എഫക്റ്റീവ്നെസ്സും കൂടെ അവിടെ പറയുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ആക്ച്വലി ഒരു 10,000 റുപ്പിയാണ് വന്നിട്ടുള്ളത്, നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് ഒരു 12,000 റുപ്പീസ് ആണെങ്കിൽ നമുക്കവിടെ മാനേജേഴ്സ് നല്ല എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്തു എന്ന് പറയാൻ പറ്റും. അപ്പോൾ മാനേജേഴ്സിൻ്റെ എഫക്റ്റീവ്നെസ്, അവരുടെ എഫിഷ്യൻസി, അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമുക്കിതിലൂടെ അറിയാൻ പറ്റും. ദെൻ after identifying the causes of variance, the managers responsible for the cost incurred should be held responsible for the variance. എന്തൊക്കെയാണ് അവിടെ വന്നിട്ടുള്ള വാരിയൻസ്, ആക്ച്വലും സ്റ്റാൻഡേർഡും നമ്മൾ കമ്പയർ ചെയ്ത് വാരിയൻസ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാനേജേഴ്സിന് അവിടെ വന്നിട്ടുള്ള കോസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടെ പറയാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവിടെ വന്നിട്ടുള്ള വാരിയൻസ് വന്ന് നമുക്ക് എത്ര കോസ്റ്റ് ചിലവായി, എത്ര കോസ്റ്റാണ് അവിടെ വന്നത് എന്നൊക്കെ പറയാനുള്ള റെസ്പോൺസിബിലിറ്റി മാനേജേഴ്സിനുണ്ട്. Then setting standard is an important step toward cost control. Using predetermined or standard rates of production and raw material can help management in forecasting their costs for the future period and compare the standard cost with the actual cost after completion of the job. എന്താണ് നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം. ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എന്ത്? സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. റോ മെറ്റീരിയൽസിൻ്റെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റേറ്റ്സും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ. It can help management in forecasting their costs for the future period and compare the standard cost with the actual cost. അങ്ങനെ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിൽ ഈസി ആയിട്ടുള്ള കമ്പാരിസണും നമുക്കവിടെ നടത്താൻ പറ്റും. ഇനി ഇവിടെ എന്താ പറയണത്? ദെൻ നമ്മൾ സ്റ്റാൻഡേർഡിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയണം. എല്ലാ എംപ്ലോയീസും എത്രയാണ് നമ്മുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് എന്നുള്ളത് കറക്റ്റായിട്ട് അറിയണം. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ എംപ്ലോയീസിന് സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റൂ എന്നാണ് പറയണത്. ദെൻ ഇഫ് ദ ലേബർ ഹവർ നീഡഡ് ടു കംപ്ലീറ്റ് 1 യൂണിറ്റ് ഈസ് ഓൾറെഡി സെറ്റ് ബൈ ദ കമ്പനി, ദ ലേബർ വിൽ ട്രൈ ടു കംപ്ലീറ്റ് ദെയർ ജോബ് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്. അതായത് ഇപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ജോലി ചെയ്ത് തീർക്കണം എന്നുള്ളതാണ് കമ്പനി ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്നുള്ളത്. ആ എംപ്ലോയി അറിഞ്ഞാൽ മാത്രമേ എംപ്ലോയി ആ 1 മണിക്കൂർ കൊണ്ട് ജോലി കംപ്ലീറ്റ് ആക്കാൻ ട്രൈ ചെയ്യുള്ളൂ. അങ്ങനെ എംപ്ലോയീസിൻ്റെ ലേബേഴ്സിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ഓട്ടോമാറ്റിക്കലി. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി ആ എഫിഷ്യൻസി അവിടെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ദെൻ സെയിം വിൽ ബി ഇൻ ദ കേസ് വിത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ. സോ ദെൻ ദ ഡിക്രീസ് ഇൻ വേസ്റ്റേജ് ആൻഡ് എക്സ്ട്രാ യൂസേജ് മാനേജ്മെൻറ്റ് സെറ്റ്സ് എ പ്രീഡിറ്റർമൈൻഡ് ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ റിക്വയർഡ് ടു കംപ്ലീറ്റ് 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ.
നമ്മൾ മെറ്റീരിയലിൻ്റെ വേസ്റ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് അതുവഴി റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊക്കെ അവിടെ ഓവറായിട്ടുള്ള സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഒരു യൂണിറ്റാണ് ഇത്ര മണിക്കൂറിനുള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് മാത്രം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ അവിടെ വേസ്റ്റേജും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് എന്താ, മാനേജ്മെൻറ്റിന് can decide whether or not action is needed and if so what should be done. But before the management must probe into the variance and find out the causes for such variance, reasons for the variance should be determined and plans for necessary corrective action. നമ്മൾ അവിടെ വന്നിട്ടുള്ള വാരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്ത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ആ വാരിയൻസ് കറക്റ്റ് ആക്കാനുള്ള നെസസറി ആക്ഷൻസ് എടുക്കണം. മറ്റുള്ള വർക്കേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള നെസസറി ആക്ഷന് എടുക്കണം. Then the variance analysis is an important aspect of standard costing is to effective cost control. കോസ്റ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ വാരിയൻസ് അനാലിസിസും നമുക്ക് അറിയാം. അത്രയാണ് ഈ തേർഡ് ചാപ്റ്ററിൽ പറയണം. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ പ്രോപ്പറായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്റർ വരുന്നത്. കുറച്ചേ ഉള്ളൂ, ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ അത് നേരെ നോക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ ക്ലാസ് കേൾക്കുക, ഡൗട്ട്സ് ലൈവിൽ വരുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യാം.